വിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ മുജാഹിദ് കേരളം അനുവദിക്കില്ല. TP ഇതന്നല്ലേ 2002 മടവൂരികൾ പറഞ്ഞതും അല്ലേ? ഇതിപ്പോ ശബാബിന്റെ അതേ നിലവാരം. ഇനിയിപ്പോ 2 വേണമെന്നില്ല, 1 മതി. നോക്കണങ്ങള്. ഇയാൾ ആരാന്നറിയോ? TP കഴിഞ്ഞ സംഘടനാ പ്രശ്ന കാലത്ത് മധ്യസ്ഥന്മാർക്ക് മടവൂരികൾ കൊടുത്ത പാനലിലെ വൈസ് പ്രസിഡന്റ്. അബി അബ്ദുറഹ്മാനാജി കഴിഞ്ഞാൽ പിന്നെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു TP. 10 കൊല്ലം ഈ മൻഹജും അഖീദൊക്കെ കേട്ടിട്ട് ഇയാൾ നന്നാവുന്ന വിചാരിച്ചു. ഒരു മാറ്റമല്ല. മടവൂരികൾ അതേ സ്വഭാവം. അന്ധവിശ്വാസം തിരിച്ചുകൊണ്ടിരാൻ അനുവദിക്കൂല. നമ്മൾ ഇത്ര കാലം മടവൂരികളോട് പറഞ്ഞ എന്താ? ഇതൊന്നും അന്ധവിശ്വാസമല്ല മടവൂരികളെ. ജിന്ന് ബാധിക്കുമെന്ന് അന്ധവിശ്വാസമല്ല. സിഹിർ ബാധിക്കുമെന്ന് അന്ധവിശ്വാസമല്ല. മനുഷ്യന്റെ കൂടെ കരീനുണ്ടെന്ന് പറഞ്ഞ അന്ധവിശ്വാസമല്ല. ജിന്ന് രോഗം ഉണ്ടാക്കുന്ന അന്ധവിശ്വാസമല്ല. ജിന്ന് ബാധയുള്ളവരെ ഖുർആനോദി ചികിത്സിക്കുന്ന അന്ധവിശ്വാസമല്ല. ഈ 10 കൊല്ലം നമ്മളതിപ്പോ കേട്ടിട്ട് ഇയാൾ ഇങ്ങനെ സ്റ്റേജിൽ കുത്തിരുന്നിട്ടും ഇയാൾക്ക് തിരിഞ്ഞിട്ടില്ലേ? അന്ധവിശ്വാസത്തെ തിരിച്ചുകൊണ്ടിരാൻ അനുവദിക്കൂല. തനിച്ച മടവൂരി ഭാഷയാണ് ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാ അന്ധവിശ്വാസം? അനസ് മുസ്ലിയാർ പറ. മുജാഹിദ് പ്രവർത്തകർ ഇവിടെ ഏത് അന്ധവിശ്വാസം പ്രചരിപ്പിച്ചത്? ഇല്ലാത്ത ആരോപണം പറഞ്ഞ് അണികളെ പിടിച്ചു നിർത്തല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, സംഗതി എന്താണെന്നറിയോ? ഈ പുഴയിൽ വീണ പ്രശ്നം എന്താ അറിയോ? ക്ലിപ്പിടാൻ വേണ്ടി ഇപ്പൊ സമയമുണ്ടോ? കുറെ ക്ലിപ്പ് കൂടി ഇടാണ്ട്. പുഴയിൽ വീണ വിഷയം എന്താണെന്നറിയോ നിങ്ങള്? ഞങ്ങൾ ഉമർ മൗലവിയുടെ തൗഹീദിലാണ്. അപ്പോ അദൃശ്യ മാർഗത്തിലൂടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് വിളിച്ചാൽ അത് ശിർക്കാണ്. പുഴക്കരയിൽ ജോസഫ് നിൽക്കുന്നുണ്ട്. പുഴയിൽ വീണ ആള് ജോസഫ് ഏട്ടാ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. കാരണം ജോസഫ് ഏട്ടൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നതും നീന്തുന്നതും രക്ഷിക്കുന്നതൊക്കെ കാണുന്ന മാർഗത്തിലൂടെയാണ്. മൊയ്തീൻ ഷേഖ് എന്ന് വിളിച്ചാൽ ശിർക്കാണ്. കാരണം മൊയ്തീൻ ഷേഖ് വരുന്നതും രക്ഷിക്കുന്നതും കാണാത്ത മാർഗത്തിലൂടെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കുസൃതി ചോദ്യം. കാരണം അനസിന്റെ ഈ പ്രസംഗങ്ങൾ ശിർക്കാകാത്ത സഹായതേട്ടം ഉണ്ടല്ലോ, സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ട് ചോദിച്ചാൽ അത് തെറ്റല്ല എന്നാണല്ലോ എന്റെയൊക്കെ പ്രസംഗം. അത് കേട്ടിട്ട് ഒരു കുസൃതി ചോദ്യം. എന്ത്? അപ്പൊ ഒരാള് ഈ പുഴക്കരയിൽ ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ജിന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് വിളിച്ചാലോ? വിളിക്കാൻ പാടില്ല, ഹറാമാണ്. അങ്ങനെ ഒരു ജിന്നുണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അവിടെ ഒരു ജിന്നില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ വിളിക്കുക? അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. അതൊന്നും പറഞ്ഞു അങ്ങനെ വിളിക്കാൻ പാടില്ല, ശരിയാണ്, ഹറാമാണ്. അങ്ങനെ ഹറാമായ വിളി ഒരാൾ ചെയ്താൽ അതിനെപ്പറ്റി ശിർക്ക് എന്ന് പറയാൻ പറ്റുമോ? അതാ ചോദ്യം. കുസൃതി ചോദ്യമാണ്. കാരണം അത് ശിർക്കാന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് വേറെ ചോദ്യം വരാനുണ്ട്. അപ്പൊ അത് മുന്നിൽ കണ്ടിട്ട് ഞാൻ എന്ത് പറഞ്ഞു? ഇസ്ലാമെന്ന് പുറത്തു പോണൊരു ശിർക്ക് അയാൾ ചെയ്തു എന്ന് പറയാൻ പറ്റൂല. അവിടെ കട്ടിരു കണ്ടോ, പുഴയിൽ വീണിട്ട് ജിന്നെ രക്ഷിക്കണേ എന്ന ശിർക്കല്ല. അതാണോ ഞാൻ പറഞ്ഞത്? അല്ല. പുഴക്കരയിൽ ഒരു ജിന്നുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പറ്റിൽ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ പറഞ്ഞാൽ, അങ്ങനെ പുഴക്കരയിൽ ഒരു ജിന്നില്ല, വിളിക്കാൻ പാടില്ല, ഹറാമാണ്. നബി വിളിച്ചിട്ടില്ല, സഹാബി വിളിച്ചിട്ടില്ല, ശിർക്കിലേക്കുള്ള മാർഗാണത്. അതൊന്നും പറഞ്ഞാ പോരാ, ശിർക്കാന്ന് തന്നെ പറയണം. അത് ശിർക്കാന്ന് പറഞ്ഞാൽ എന്തായി? ഓ, അപ്പൊ പുഴക്കരയിൽ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടെന്ന് വിളിച്ചാൽ ശിർക്ക്. അപ്പൊ പിന്നെ യാ ഇബാദല്ലാ എന്ന് വിളിച്ചതോ മരുഭൂമിയിൽ വെച്ചിട്ട് അത് ശിർക്കാകണ്ടേ മൗലവി? മരുഭൂമിയിൽ മാത്രം ശിർക്കാവില്ല, പുഴക്കരയിൽ ശിർക്കാണ് എങ്ങനെ? അടുത്ത ചോദ്യം. അപ്പൊ ഞാൻ എനിക്ക് പറയേണ്ടി വരും, അതും ശിർക്ക് തന്നെയാണ്. അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ ഇമാം അഹമ്മദ് വിളിച്ചതോ, ഇമാം ഷൗക്കാനി പറഞ്ഞതോ, ബൈഹഖി പറഞ്ഞതോ അതൊക്കെ ശിർക്ക? ആ ഇമാമിങ്ങളൊക്കെ ശിർക്ക് പ്രചാരകരാ? അപ്പൊ എനിക്ക് അതും പറയേണ്ടി വരും, അവരൊക്കെ ശിർക്ക് പ്രചാരകരാണ്. അടുത്ത ചോദ്യം, അപ്പൊ മൗലവി 2012 വരെ നിങ്ങളത് ശിർക്കല്ല എന്നല്ലേ പറഞ്ഞിരുന്നത്? നിങ്ങളെ തൗഹീദ് എന്തിയാ 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോ മാറി മറിഞ്ഞോ? അപ്പൊ മാറി മറിഞ്ഞു. ഞങ്ങൾ അനസ് ഇടവണ്ണ പോയി തൗബ ചെയ്താണ്. ഇതൊക്കെ വരും അതിന്റെ ബാക്കിൽ. അതുകൊണ്ടാണ് ഞാനത് പറയായിരുന്നത്. ഞാൻ ആ പറഞ്ഞ ഭാഗം ഒന്ന് കേട്ടോളി. അഭൗതിക സൃഷ്ടികളല്ലേ, അഭൗതിക സൃഷ്ടികളോട് സഹായം ചോദ്യ ശിർക്കല്ലേനാ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഈ അഭൗതികം, അദൃശ്യം, കാര്യകാരണ ബന്ധത്തിന് അതീതം, ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ്. അതൊന്നും കണ്ണ് കാണാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ അത് ശിർക്കല്ല. കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീൻ ഷെയ്ഖേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, കാരണം അത് കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താന്ന് അർത്ഥം അല്ല. അത് മാത്രല്ല അതിനർത്ഥം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നതും. മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് മരിച്ച ആളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അഖ്സാ ഗായത്തിൽ ഖുദൂഉ വരും.
കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖസാഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ ആ വിളി കൊണ്ടാൽ ഇസ്ലാമിന്ന് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം എന്താ, ഇവിടെ എന്റെ ഒച്ച കേൾക്കുന്നത് ഇപ്പരിധിയിലുണ്ട് എന്നാണ് അയാളെ മനസ്സിലുള്ളത്. അപ്പോ മനസ്സിൽ അഖസാഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരുന്നില്ല. ഇപ്പൊ അഖസാഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ നീ കളിയാക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കളിയാക്കി. നിങ്ങളെ തൗഹീദ് അടിമുടി അടിച്ച് പെറുക്കാണ്, പൊളിച്ച് തകർത്ത് ആദ്യം ഉണ്ടാക്കണം നിങ്ങളെ തൗഹീദ്. അഖസാഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ നമ്മൾ അംഗീകരിച്ച നിർവചന. എപ്പോഴാണ് അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടാവുക? സയ്യിദ് റഷീദ് വിശദീകരിച്ച് നമ്മൾ ജനങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഒരു പുകമറിയും ഉണ്ടാക്കുന്നുണ്ട്. ജായിസാക്കാൻ നമ്മൾ നടക്കുന്നു എന്നാണ്. മലക്കിനോടോ ജിന്നിനോടോ ഉള്ള സഹായം ചോദിക്കൽ ജായിസാക്കാൻ നടക്കുന്നു എന്നാണ്. നമ്മൾ അങ്ങനെ ജായിസാക്കാൻ നടക്കുന്നില്ല. വിഷയം കേട്ടല്ലോ, ഇതാണ് പ്രശ്നം. അത് കട്ടുമുറിച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ ശിർക്കിലേക്ക് പോയതിന് തെളിവെന്ന പുറത്താക്കിയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് തൃശ്ശൂർ പ്രസംഗിച്ച്. അപ്പൊ പിന്നെ ഇതിനെ പുറത്താക്കി? അതിന് മുമ്പത്തിന് ഒരു തെളിവുമില്ല. ഞാൻ ശിർക്കിലേക്ക് പോയ ഒരു തെളിവില്ല. ഇപ്പൊ ഇതാ തെളിവ്. ഇതിലിപ്പോ ഞാൻ എന്താ പറഞ്ഞത്? അഖസാഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ എന്നാണ് ഇബാദത്തിന് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള നിർവചനം. എല്ലാ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും പറഞ്ഞതാ. ഇപ്പൊ ഇവർ അതിന് കളിയാക്കുന്നുണ്ട്. ജാമിയിൽ വെച്ച് അനീഫ ചോദിക്കുന്നുണ്ട്. ചിലവര് പറയും അഖസാഗായത്തിൽ ഖുദൂഉ വതദല്ലുണ്ടോ, അത് ഖുർആനിലേക്കുള്ളതാ. ഖുർആനിൽ നിർവചനം ഉണ്ടാവുമോ? ഖുർആൻ നിർവചനം പറയുന്ന ഗ്രന്ഥ. നമ്മൾ ഖുറാഫിയോട് അങ്ങോട്ട് ചോദിക്കുന്നില്ല നല്ലത്. ഖുർആൻ നിർവചനം പറയാറില്ല. അള്ളാന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിച്ചോ തൗഹീദിന്റെ നിർവചനം എന്താ? ജിബ്രീൽ അള്ളഹാനോട് ചോദിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചോ? അതേസമയം അതിനെ സംബന്ധിച്ച് നമ്മൾ എഴുതിയിട്ടുള്ളതാ ഫാത്തിഹ സൂറത്തിന്റെ വ്യാഖ്യാനം, അമാനി മൗലിന്റെ പരിഭാഷ. അത് നിങ്ങൾ എടുത്തു നോക്കൂ. താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിന്റെയും അങ്ങേയറ്റം പ്രകടിപ്പിക്കുക അഖസാഗായത്തി തദല്ലുലി വൽ ഖുശൂ' എന്നാണ് മതത്തിൽ അതിന് അംഗീകരിക്കപ്പെട്ടു വരുന്ന വിവക്ഷ. ശറഇൽ ഇബാദത്തിന്റെ വിവക്ഷ ഏതാണ്? ഖുർആൻ വ്യാഖ്യാതാക്കളും ഇസ്ലാമിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരും വാക്കുകളിൽ അല്പസ്വല്പ വ്യത്യാസങ്ങൾ കണ്ടേക്കാമെങ്കിലും മുൻകാലം മുതൽക്കേ ഇബാദത്തിന് നൽകി വരുന്ന നിർവചനം അതാണ്. കണ്ടോ? അപ്പൊ അഖസാഗായത്തിൽ ഖുദൂഅത്ത് നമ്മൾ അംഗീകരിച്ച നിർവചനാണ്. ഇത് കണ്ടെങ്കിൽ KC അബ്ദുള്ള മൗലിക്ക് മറുപടിയാണ്. ഇബാദത്ത് വീക്ഷണങ്ങളുടെ താരതമ്യം. അയാൾ അഖസാഗായത്തിനെ പരിഹസിച്ചു, അറ്റത്തിന്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പരിഹസിച്ചപ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുത്തു. റാസി മുതൽ റഷീദുള്ള വരെയുള്ളവരൊക്കെ വിഡ്ഢികളാക്കാനും സയ്യിദ് മൗദൂദിയെ ഇബാദത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ഏക പണ്ഡിതരെ സ്ഥാരണം ചെയ്യിക്കാനും വേണ്ടിയുള്ള വില കുറഞ്ഞ വേലത്തരമാണിത്. എന്താണിത്? അങ്ങേയറ്റം, പരമാവധി, മാക്സിമം എന്നൊക്കെ അർത്ഥം പറയാവുന്ന അഖസാഗായത്ത് എന്ന വാക്കിന് അറ്റത്തിന്റെ അങ്ങേയറ്റം എന്നൊരു കുഴഞ്ഞ അർത്ഥം മെനഞ്ഞെടുത്ത് അത് ഉപയോഗിച്ച് പ്രാമാണികരായ പണ്ഡിതന്മാരെ പരിഹാസ്യരാക്കി തീർക്കുന്നതാണ് ഒരു വസ്വാസ്. KCയുടെ വരികൾ നോക്കുക. അപ്പൊ അഖസാഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ അറ്റത്തിന്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ അത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരെ പരിഹസിക്കലാണ് എന്ന് മറുപടി കൊടുത്തു. അഖസാഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ എന്നത് ശറഇൽ ഇബാദത്തിന്റെ അർത്ഥമാണെന്ന് പരിഭാഷയിൽ പഠിപ്പിച്ചു. അപ്പൊ ആ അഖസാഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളവരോട് എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ അത് വരൂല. അതുകൊണ്ട് അത് ഇബാദത്തല്ല, ശിർക്കുമല്ല. പക്ഷെ അങ്ങനെ പറയാൻ പാടുണ്ടോ? പാടില്ല. ഭൗതികം ചോദിക്കുമ്പോൾ അഭൗതികം ചോദിക്കാൻ പാടില്ല. ഇനി മറ്റൊരു പ്രചാരണം എന്താണെന്നറിയങ്ങള്, ഞാൻ അയ്യപ്പ ശരണെന്ന് വിളിക്കാന്ന് പറഞ്ഞു. ചില ആളുകൾ ചോദിക്കാം സക്കരിയാശലായി പോയി അയ്യപ്പാന്ന് വിളിക്കാന്ന് വരെ പറയുന്നുണ്ട്. സംഗതി എന്താണെന്നറിയോ? എന്നെ നിർബന്ധിച്ച് ജമിയത്തുൽ ഉലമയിൽ ഇപ്പൊ ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണെന്ന് ഒപ്പിടാൻ പറഞ്ഞല്ലോ. ആ ഒപ്പിട്ട കാര്യം വിശദീകരിച്ചപ്പോ ഞാൻ പറഞ്ഞു സംഘടന പിളരും, സംഘടന ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും, ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകും, വഴക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ എന്നെ കൊല്ലാൻ ഭീഷണിപ്പെടുത്തുന്നത് പോലെ എനിക്ക് വിഷമമായി. എന്റെ മനസ്സിലേതായാലും അത് ശിർക്കല്ല എന്ന് തന്നെയാണ്. അപ്പൊ സംഘടനയിൽ ഒരു ഭിന്നിപ്പ് ഒഴിവാക്കാൻ വേണ്ടി എനിക്കാണെങ്കിൽ അത് ജായിസാണെന്നോട്ട് അഭിപ്രായമല്ല. ഇത്ര വരെ പറഞ്ഞു TP. ഇത് ശിർക്കാകുന്നൊരു സഹായതേട്ടം നമ്മളെല്ലാവരും അംഗീകരിച്ചതാ. അള്ളാഹിനോട് മാത്രം ചോദിക്കണ കാര്യം. ഇനി ഭൗതിക കാര്യം ചോദിക്കുകയാണെങ്കിൽ പോലും അത് പാടില്ല, ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്, ആ ബാബ് അടക്കേണ്ടതാണ് എന്നല്ലേ സക്കരിയാന്റെ അഭിപ്രായം. അപ്പൊ ശിർക്കിലേക്കുള്ള വസീലയാണെങ്കിൽ പിന്നെ ശിർക്കും തമ്മിൽ വലിയ വ്യത്യാസമല്ലല്ലോ. സക്കരിയ ഒപ്പിട്ടൂടെ? എന്തിനാ നമ്മളിൽ 2 അഭിപ്രായം?
അങ്ങനെ ഞാൻ ഒപ്പിട്ട വിഷയം പറഞ്ഞപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞു, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്ത് നഹലില് ഒരാളൊരു കുഫറിന്റെ വാക്ക് പറഞ്ഞു, പക്ഷെ മനസ്സിൽ അയാൾക്ക് ഈമാനുണ്ട്. തൽക്കാലം ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, മനസ്സിൽ വിശ്വാസമില്ലാതെ. നിർബന്ധിക്കപ്പെട്ട് ഒരു അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞവനൊഴികെ അവന്റെ ഹൃദയമാകട്ടെ സത്യവിശ്വാസത്താൽ സമാധാനമടഞ്ഞതുമാണ്. ഈ ആയത്ത് ഞാൻ ഓതി. ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, നിർബന്ധിക്കുന്നതിനൊരു ഉദാഹരണം, നമ്മളിങ്ങനെ വണ്ടി പോകുമ്പോ താലപ്പൊലി അയ്യപ്പൻ വിളക്കോ നടക്കുകയാണ്. അപ്പൊ മുസ്ലിം സഹോദരങ്ങൾ തടഞ്ഞു നിർത്തിയിട്ട് പൈസ വരുന്നത്. അപ്പൊ നമ്മൾ പറയും, ഇതിന് നമ്മളോട് പൈസ വെക്കുന്നത് ശരിയില്ല, ഇത് നിങ്ങൾ അമ്പലവിശ്വാസികൾ നടത്തേണ്ട കാര്യമല്ലേ, ഒരു പാവപ്പെട്ടവനെ സഹായിക്കാനോ വീട് വെക്കാനോ ജീവകലക്കാനോ നമ്മൾ തരാം. അപ്പൊ ചില ആളുകൾ ശരിയാണ് വിട്ടേക്കുന്നത്. വേറെ ചില ആൾ അവിടെ നീ ഒന്ന് പോയിക്കാ, വിളിക്കടാ അയ്യപ്പാ ശരണം വിളിക്കടാ, ശൂലം കാട്ടിയിട്ട് പറഞ്ഞ്. അപ്പൊ നമ്മൾ വിളിക്കൂല സുഹൃത്തുക്കളെ ചിലപ്പോ എന്ന് ഞാൻ പറഞ്ഞത് അവിടെ നിർത്തി. കണ്ടോ, നിങ്ങൾ വിളിക്കോ 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 അയ്യപ്പ വിളിക്കോ 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 വിളിക്കോ. അപ്പൊ കുറെ ചോദിക്കും, ഇല്ലാത്ത ആളുകള് എന്നാ ഇയാൾ വിളിക്കാനാ പറയുന്നത്. എന്താ ഇവിടെ വിഷയം? എന്താ വിഷയം? നിർബന്ധിക്കപ്പെട്ടിട്ട് ഒരാൾ കുഫറിന്റെ വാക്ക് പറഞ്ഞാൽ അത് കുറ്റാണോന്നാ. പക്ഷെ അതിനെന്താക്കി മാറ്റി? അയ്യപ്പനെ വിളിക്കാന്ന് ഞാൻ പറയുന്നു എന്നാക്കി മാറ്റി. അതാണ് നാവിന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കഴിവുണ്ടാവും, അങ്ങനെയാണല്ലോ. പക്ഷേ പരലോകം പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല അനസ് മുസ്ലിയാര്. ഇതൊക്കെ നാളെ പരലോകത്ത് വരും. ഈ വിചിന്തനം കൊണ്ട് ഞാൻ വരും. നിങ്ങൾ എഴുതി കൊടുക്കുന്ന ഓരോ നിങ്ങളെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് കൊണ്ട് ഞാൻ നാളെ പരലോകത്ത് വരും. ഞാൻ പറയാത്തത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്കില്ലെന്ന് ഞാൻ നിഷേധിച്ചിട്ടും നിങ്ങളത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചെടുക്കുമോനെ. കണ്ടോ, ഇബാദത്താകുന്ന ഇസ്തിആനത്തിനെ പറ്റിയാ ചോദിക്കുന്നത്. ലാ യജൂസു സർഫുഹാ ലിഗൈരില്ലാ ലാ മിനൽ ജിന്നി വലാ മിനൽ ഇൻസി വലാ മിനൽ മലായികത്തി വലാ ഗൈരിഹിം. ആ ഇബാദത്ത് തിരിച്ചുവിടാൻ പാടില്ല. ജിന്നിലേക്കും തിരിച്ചു വിട്ടൂടാ, മലക്കിലേക്കും തിരിച്ചുവിടാ, മനുഷ്യനിലേക്കും തിരിച്ചു വിട്ടൂടാ. കണ്ടോ, അപ്പൊ എല്ലാ സഹായത്തോട്ടവും ശിർക്കാണെങ്കിൽ മനുഷ്യനോട് സഹായത്തോട്ടം ശിർക്കാന്തിൽ വന്നിടോ. വൈരുദ്ധ്യാണിത്. നോണ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇതിനെ എന്നെ കൊണ്ട് ഒപ്പിടിച്ചത് ആലോചിച്ച് നോക്കണം. ഇതിന് ഒപ്പിടണം. ഞാൻ ഒപ്പിടാൻ ഒരു സൂക്ഷ്മത കാണിച്ചപ്പോ എന്താ പറഞ്ഞറിയോ? ഇവിടെ നിറങ്ങിയാൽ ഇതാ സംഘടന വളരാൻ പോവാണ്, അന്റെ വസീലത്ത് ശിർക്ക് വരാമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ശിർക്കാണെന്ന് ഞങ്ങൾ ഒപ്പിട്ട പോകാൻ ഒപ്പിട്ടില്ല എന്ന് പറയും. നീ ഇവിടെ നിന്നിറങ്ങിയ ആ സംഘടന രണ്ട് കഷ്ണമാകാൻ പോവാണ്. സംഘടന ചിത്രത വരാൻ പോവാണ്. ഇവിടെ കാന്തപുരത്തെയും ചെറുശ്ശേരിയെയും ഒക്കെ നാളെ ഈ സമുദായം എങ്ങനെയാണ് ഓർക്കുന്നത്, അങ്ങനെയായിരിക്കും സക്കരിയ നിന്നെ ഓർക്കുക. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് സംഘടന ഉപയോഗിച്ച് അന്റെ എല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. സംഘടന പിളരും, സംഘടനയിൽ ഐക്യം ഉണ്ടാവില്ല, ചിദ്രത ഉണ്ടാവില്ല. വസീലത്തിന്റെ ശിർക്കും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ? ഒന്നണ്ട് ഒപ്പിട്ടോടെ സക്കരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വലിയ ഫിത്തന ഭയപ്പെട്ടിട്ട് ഒപ്പിട്ടു. ഖുർആനിൽ പറഞ്ഞല്ലോ, ഇല്ലാമൻ നുക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. നിർബന്ധിക്കപ്പെട്ടവനൊഴികെ അവന്റെ ഹൃദയം മുത്മഇന്നും ബിൽ ഈമാൻ, വിശ്വാസത്താൽ സമാധാനമടഞ്ഞതാണ്. ഇപ്പൊ നമ്മള് ഒരു ബിംബത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പൊ നമ്മൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, പോകുമ്പോ അയ്യപ്പൻ വിളക്കിന് വണ്ടി കൈയാട്ടി നിർത്തി പൈസ എടുക്കൂലാർന്ന പറയണ വണ്ടി വിളിക്കടാ അയ്യപ്പ ശരണം വിളിക്കടാ. വിളിക്കൂല നമ്മള് അയ്യപ്പ ശരണം. നമുക്ക് അയ്യപ്പ ശരണം അല്ലാതെ മനസ്സിലുണ്ടാവൂലേ? അതുപോലെ എന്നെ ഹറാസ് ചെയ്തിട്ട് അവസാനം ഞാൻ ഒപ്പിടാൻ തയ്യാറായപ്പോ പിന്നെ സലഫിന്റെ ഡയലോഗ്, നീ നിർബന്ധിച്ച് ഒപ്പിടിച്ചാന്ന് പറയുന്നത് കേട്ടോ. അതാണ് കുതന്ത്രം. ഞാൻ ഒപ്പിട്ടു. ഞാനെന്താ ടി.പി. പറഞ്ഞത് പ്രശ്നം ഇവിടെ തീരും സക്കരിയ. നീ ഒരു ഒപ്പിട്ട ഈ പ്രശ്നം ഇവിടെ തീരും. പിന്നെ നമ്മക്കടിയിൽ രണ്ടഭിപ്രായം ഉണ്ട് എന്നറിയില്ല. നമ്മൾ എന്തിനാ രണ്ടഭിപ്രായം ഉണ്ടാവുന്നത്? അപ്പൊ ഈ പ്രശ്നം അവസാനിക്കുകയാണെങ്കിൽ ഇന്റെ ഒരു ഒപ്പുകൊണ്ട് തീരുകയാണെങ്കിൽ എനിക്കതാലോട്ട് വിശ്വാസമല്ല. ജമിയത്തുൽമന്റെ ഫത്വ പറഞ്ഞ അത്ര ആളുകൾ അങ്ങനെ വലിയ ഫുർഖാനുൽ അലീമായി കൊണ്ടെടുക്കുന്ന സാധനമല്ല. ആ നിലക്ക് ഞാന് ഒരു ഫിത്ന ഒഴിവാക്കാൻ, ചിത്രത ഒഴിവാക്കാൻ വേണ്ടി ഒപ്പിട്ടു. പക്ഷെ പിറ്റേന്ന് ജാമീന്ന് പ്രചരണം, ചെറുശ്ശേരിയെയും കാന്തപുരത്തെയും നേരിടുന്നത് പോലെ നിന്നെ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്ന് പറഞ്ഞപ്പോഴാണ് സക്കരി ഒപ്പിട്ടത്. അപ്പൊ പിന്നെ സലഫിൻ എന്തിനാ കൂട്ടിക്കൊണ്ടുപോയത് മഞ്ചേരിക്ക്? കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് അനസിന് ഫോൺ ചെയ്തു, അനീഫാക്ക് ഫോൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ എന്നിട്ട് പറയാ 3 വട്ടം ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഏത് 3 വട്ടം? ഒന്നിതാ കണ്ടോ. വിഷയം എന്താ? അതിന്റെ ഇടയിൽ നിന്ന് ക്ലിപ്പ് എടുത്ത് കണ്ടോ അയ്യപ്പാന്ന് വിളിക്കാം. അപ്പൊ ജാമ്യയിലെ കുറെ ആളുകളെ വിളിച്ചിട്ട് അവർക്ക് ക്ലിപ്പ് മൊബൈലിൽ കയറ്റി കൊടുക്കാം. 12 സെക്കൻഡ്, 15 സെക്കൻഡ്, അര മിനിറ്റ് ക്ലിപ്പ്. ഖുറാഫികളെക്കാളും തരം താഴ്ന്നു പോയി. എന്നിട്ട് അത് കേട്ട് വിശ്വസിക്കുക. ഇവിടെ ഒരു സുല്ലമി കുത്തു പറഞ്ഞത്രേ. എനിക്കതിൽ പത്രത്തിൽ വന്ന പിറ്റേന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്?
കാന്തപുരത്തും ചെറുശ്ശേരിയും പോലെ ആയിപ്പോയി എന്നാ പറഞ്ഞത്. എന്നിട്ട് കുത്തുബ കഴിഞ്ഞിട്ട് കുട്ടികൾ ചോദിച്ചു, അല്ല മുസ്ലിം നിങ്ങൾ എന്തെങ്കിലും കേട്ടണം? എനിക്ക് അനസ് ക്ലിപ്പ് കാണിച്ചെന്നുണ്ട്. ഇത്ര തരന്തായെന്ന് പോയല്ലോ അവരൊക്കെ. ഇവൻ എന്നെ വിളിച്ച് ചോദിച്ചൂടെ, ഞാനിട്ട് എത്ര ബന്ധമുള്ള ആളാ? ഞാൻ പറയാത്തത് എന്റെ പേരിൽ പറയാ, എന്നോട് ചോദിക്കുന്നില്ല, എന്നിട്ട് ഞാൻ വിശദീകരിക്കുന്നത് കേൾക്കുന്നില്ല. അങ്ങനെ കുപ്രചരണങ്ങൾ നടത്തി ശിർക്കാണ് ഈ ആരോപിക്കുന്നത്. എന്ത് ഗൗരവമുള്ള സംഗതിയാ? എന്റെ പേരിൽ ശിർക്ക് ആരോപിച്ചിട്ട് അത് ശിർക്കല്ലെങ്കിൽ അതാരിലേക്കാ മടങ്ങുക? ആരോപിച്ചവരിലേക്ക് മടങ്ങും. ഇതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ശിർക്കാണെന്ന് തെളിവ് കൊണ്ട് വ്യക്തമായി ബോധ്യപ്പെട്ടാലേ അത് ശിർക്കാണെന്ന് പറയാവൂ. അപ്പൊ വൈദ്യശേഖരെ രക്ഷിക്കണേ, ബദരികളെ കാക്കണേ, വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാ അത് ശിർക്കാണെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ശിർക്കാകാത്ത ഒരു സഹായതേട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനസ് മുസ്ലിയാര് ഇപ്പൊ പറഞ്ഞെന്താണ്? സക്കരിയ സലാഹി ശിർക്കിലാണ്. അപ്പൊ 2009 നിങ്ങളും ശിർക്കിലായിരുന്നോ? 2012 വരെ നിങ്ങളും ശിർക്കിലല്ലേ? മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലാണെന്നല്ല വരുന്നത്. സുഹൃത്തുക്കളെ, ഈ ഇല്ലാമന്നുക്രിഹ നിർബന്ധിക്കപ്പെട്ടവനൊഴികെ എന്നുള്ള അവിടെ പല സംസ്കാര പല സ്ഥലത്തും ഒരു ഈച്ചന്റെ ഹദീസ് പറയും. ഇവിടെ കാസർഗോഡൊക്കെ മണിക്കൂറുകൾ എടുത്ത് വിശദീകരിച്ചു. ഒരു പഴയ കാലത്തുണ്ടായ സംഭവം റസൂൽ പറഞ്ഞാണ്. ഒരു ബിംബം, ആ ബിംബത്തിന്റെ അടുത്തൂടി പോകുന്ന ആളുകളോടൊക്കെ എന്തെങ്കിലും ബലി കൊടുക്കാതെ ആളുകൾ വിട്ടയക്കൂല. അപ്പൊ രണ്ടാള് വന്നു, ഈ ബിംബത്തിന് എന്തെങ്കിലും ബലി കൊടുക്കണം എന്നാണ്. അവര് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, ഒരു ഈച്ചയെങ്കിലും ബലി കൊടുക്കണം. അപ്പൊ ഒരാൾ ഒരു ഈച്ചയെ ബലി കൊടുത്തു. മറ്റവൻ പറഞ്ഞാൽ അല്ലല്ലാത്ത ആർക്കും ഒരു ബലിയും കൊടുക്കൂല, അവനെ കൊന്നു കളഞ്ഞു. അയാൾ സ്വർഗത്തിൽ പോയി, ഈച്ചയെ ബലി കൊടുത്തോ നരകത്തിൽ പോയി. ഇതല്ലേ സക്കരിയ സലാഹി സ്വീകരിക്കേണ്ടത്? അയ്യപ്പാന്ന് വിളിക്കാൻ പറഞ്ഞാൽ കൊന്നാലും വിളിക്കൂലെന്ന് നിൽക്കണ്ടേ? ആ ഹദീസ് തന്നെ ദുർബല, ഹദീസ് സഹിയല്ല. പിന്നെ ആയത്തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ മുൻകാലത്ത് നടന്ന സംഭവത്തിന്റെ കഥ പറഞ്ഞല്ല, ഖുർആനിൽ ആയത്താ പറഞ്ഞത്. ആ ആയത്തിന്റെ തഫ്സീറിൽ ചെറിയ മുണ്ടവും പറപ്പൂര് എഴുതിയ പരിഭാഷയിൽ എന്താ? അള്ളാഹു നോക്കുന്നത് മനുഷ്യരുടെ മനസ്സിലേക്കാണ്. മനസ്സിൽ ഉറച്ച വിശ്വാസമുള്ള ഒരാൾ നിർബന്ധിതാവസ്ഥയിൽ അവിശ്വാസ പ്രഖ്യാപനം നടത്തുകയോ വിഗ്രഹ പൂജ നടത്തുകയോ ചെയ്തു പോയാൽ അയാൾ കുറ്റക്കാരനല്ല. നമ്മളെ പരിഭാഷയിൽ ഇല്ലാമന്നുക്രിയാസ് നിങ്ങൾ പോയിട്ട് നോക്കണം, സൂറത്തുൻ നഹ്ല് 106. അപ്പൊ വിഗ്രഹ പൂജ നടത്തിയപ്പോൾ ഞാൻ പൂജ നടത്താനൊന്നും പറഞ്ഞില്ല, ഒരു വാക്ക് തൽക്കാലം കുറ്റത്തിന് വെട്ടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ അത് കുറ്റല്ല എന്ന് ഞാൻ ആയത്തോതി പറഞ്ഞതാ. ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾ നല്ലോണം കേട്ടോണം. മനസ്സിൽ ഉറച്ച വിശ്വാസവും അതിൽ സന്തുഷ്ടിയും ഉണ്ടായിരിക്കുന്നതോടുകൂടി ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത വല്ല നിർബന്ധത്തിനും വിധേയമായ കാരണത്താൽ അവിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരുന്നവർ അതിൽ നിന്നൊഴിവാകുന്നു. മനഃപൂർവ്വം അവിശ്വാസത്തിന് വഴങ്ങുന്നവരെ കുറിച്ചാണ് പ്രസ്താവിക്കുന്നതെന്നും അള്ളാഹു സ്പഷ്ടമാക്കിയിരിക്കുന്നു. അമാനി മൗലവി എഴുതാ. ഇനി ആയത്തിറങ്ങാനുള്ള കാരണം എന്താ? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഇല്ലാമന്നുക്രിഹ എന്ന വാക്യം അവതരിച്ചതെന്ന് കാണിക്കുന്ന പല റിവായത്തുകളും പല മഹാന്മാരും ഉദ്ധരിച്ചു കാണാം. ശത്രുക്കളുടെ തുടരെയുള്ള അക്രമമർദ്ദനങ്ങൾ അസഹനീയമായപ്പോൾ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചില പഴിവാക്കുകൾ പറയുകയും അവരുടെ ദൈവങ്ങളെ കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്തു രക്ഷപ്പെട്ടു. നിർബന്ധിച്ചിട്ടേ പറയടാ, നബിയെ ചീത്ത വിളിക്കടാ, ഞാൻ ലാത്തനെ യൂസിനെ കുറിച്ച് നല്ലത് പറയണ എന്ന് പറയിപ്പിച്ചപ്പോ ശിക്ഷീന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമ്മാർ ഇബ്നു യാസിർ അങ്ങനെ പറഞ്ഞു. ശിക്ഷീന്ന് രക്ഷപ്പെട്ടു. വളരെ വ്യസനത്തോടു കൂടി ആ വിവരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പോൾ തന്റെ മനസ്ഥിതി എന്തായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു. അത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരുന്നു? തന്റെ മനസ്സ് ഈമാൻ കൊണ്ട് സമാധാനമടഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ തിരുമേനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇൻ ആദു ഫഉദ്, അവർ ഇനി ആവർത്തിച്ചാൽ നീയും ആവർത്തിച്ചു കൊള്ളാം. ഇനി അങ്ങനെ നിർബന്ധിച്ച് പറയിപ്പിച്ച നീ പറഞ്ഞോ, കുറ്റല്ല. ഇതിനെപ്പറ്റിയാണ് ഈ വാക്യം അവതരിച്ചത് എന്നത്രേ പ്രസ്തുത റിവായത്തുകളുടെ ചുരുക്കം. അവതരണ സന്ദർഭം ഏതായിരുന്നാലും ആയത്തിന്റെ വിധി പൊതുവായിട്ടുള്ളതാണ്. ഇനി കേട്ടോളൂ. സത്യവിശ്വാസം ത്യജിക്കുവാൻ വേണ്ടി ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് അസഹ്യമായ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ തൽക്കാലം രക്ഷ പ്രാപിക്കുവാനായി പുറമെ കുഫർ അഭിനയിക്കുന്നതിന്, അവിശ്വാസം അഭിനയിക്കുന്നതിന് വിരോധമില്ലെന്ന് ഈ വചനത്തിന് വ്യക്തമാകുന്നു. ഞാൻ ചെയ്ത അതാ, എന്നിട്ട് ഇന്നെ മുശ്രിക്കാക്കി. ഇപ്പൊ എന്റെ പേരിൽ ഇയാൾ എവിടുന്നാ വരുന്നത്? എവിടുന്നാ ഇയാൾ പഠിച്ചത്? എന്താ ഇയാളെ സ്ഥിതി? ഇപ്പോ അമ്മാർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയത് കേട്ടോ. അമ്മാർ റളിയല്ലാഹുവിന്റെ സംഭവത്തിൽ നബി പറഞ്ഞതും അതാണ് കാണിക്കുന്നത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിൽ പൊതുവെ ഭിന്നാഭിപ്രായമില്ലതാനും. നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കാതെ മർദ്ദനങ്ങൾ സഹിക്കുവാൻ തന്നെ വല്ലവരും തയ്യാറാവുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമമെന്നും പല മഹാന്മാരും അഭിപ്രായപ്പെടുന്നു. അവിടെ നിന്ന് മരിച്ചാൽ ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ അത് നല്ല തന്നെ. പക്ഷെ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു ഓപ്ഷൻ ഞാൻ സ്വീകരിച്ചു. ചോയ്സ് ഉള്ള കാര്യമാണ്.
ഇനി മാത്രല്ല സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പറഞ്ഞ ഈച്ചന്റെ ഹദീസ് സഹീഹാണെങ്കിൽ പോലും അത് മുൻകാല ഉമ്മത്തിനുള്ളതാ. നമ്മളെ ഈ ഉമ്മത്തിന്റെ നിയമം എന്താ? ഇന്നല്ലാഹ തജാവസ ലി അൻ ഉമ്മത്തി അൽ ഖതാ വൻ നിസ്യാൻ വമസ്തുക്രിഹു അലൈഹി. എന്റെ ഉമ്മത്തിന് അള്ളാഹു വിടുതൽ നൽകിയിട്ടുണ്ട്. അബദ്ധത്തിൽ സംഭവിക്കുന്നത്, മറവിയാൽ പറ്റുന്നത്, വമസ്തുക്രിഹു അലൈഹി നിർബന്ധിക്കപ്പെടുമ്പോൾ ചെയ്യുന്നത്, അത് എന്റെ ഉമ്മത്തിന് ഒഴിവാണ്. മുൻകാല ഉമ്മത്തിന് നിർബന്ധിക്കപ്പെട്ടിട്ട് കുഫറിന്റെ വാക്ക് പറഞ്ഞാലും അത് കുഫറായി തന്നെ കണക്കാക്കിയിരുന്നു. ഈ ഉമ്മത്തിന് അത് ഒഴിവാണെന്ന് ഈ ആയത്തിൽ കാണാം. ഇങ്ങനെയൊക്കെ മറുപടിന്റെ മുസ്ലിയാരെ അതിനെ വാല് കിട്ടിയെന്നും വിചാരിച്ചിട്ട് തോട്ടി മാട്ടിയിട്ട് മുമ്പിലിരിക്കുന്ന യാക്കോമിനെ തെറ്റിദ്ധരിപ്പിക്കരുത്. അത് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ സുഹൃത്തുക്കളെ, വിജന പ്രദേശത്ത് നിന്ന് ആരെയാ വിളിക്കേണ്ടത്? റസൂലുള്ള പറയുന്നത് കേട്ടോളൂ. റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ മുഹമ്മദ്? അതെ. നിങ്ങൾ എന്തിലേക്കാ വിളിക്കുന്നത്? അതോ ഇലല്ലാഹി അസ്സ വജല്ല വഹദ, ഞാൻ ഏകനായ അള്ളാഹുവിലേക്കാണ്. ആരാണ് അള്ളാഹു? റസൂൽ പരിചയപ്പെടുത്തുകയാണ്. ഇദാ കാന ബിക ദുർറുൻ ദഅഉതുഹു കശഫു അൻക, നിനക്ക് എന്തെങ്കിലും ദുരിതം ബാധിച്ചാൽ നീ അവരോട് പ്രാർത്ഥിച്ചാൽ അവൻ അത് നീക്കിത്തരും. വമൻ ഇദാ അസാബക അമുസനത്തിൻ ഫദഅഉതു അംബതലക, നിനക്കൊരു വറുതിയുടെ ഒരു വരൾച്ചയുടെ കൊല്ലമുണ്ടായാൽ നീ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് അവൻ സമർത്ഥമായി ചെടികൾ മുളപ്പിച്ചു തരും. വമൻ ഇദാ കുന്ത ഫി അർളി ഖഫരിൻ ഫദലൽത, നീ ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് വഴിതെറ്റിപ്പോയാൽ ഫദഅഉതുഹു, മണ്ടിയേരിയോ എന്നല്ല യാ അല്ലാഹ് എന്ന് വിളിച്ചാൽ അപ്രദ്ദ അലൈക, അവൻ നിന്നെ വഴിയിലെത്തിച്ചു തരും, നിന്റെ പോയ മൃഗത്തെ തിരിച്ചു തരും. ഇത് കേട്ടപ്പോൾ അയാൾ മുസ്ലിമായി. മുസ്നദ് അഹമ്മദിന്റെ ഈ ഹദീസാണ് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ് നമ്മുടെ ആദർശം. യാ ഇബാദല്ലാഹ് എന്നല്ല വിളിക്കേണ്ടത്, യാ അല്ലാഹ് എന്നാണ് വിളിക്കേണ്ടത്. അതാണ് നമ്മൾ പറയുന്നതും. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ അനസ് മൗലവി വന്നിട്ട് ശൗക്കാനിയെ സംബന്ധിച്ച് ചോദിച്ചു. മൂവാറ്റുപുഴ സംവാദത്തിൽ വെച്ച് ശൗക്കാനിയുടെ ഇബാറത്ത് ഈ പറഞ്ഞ യാ ഇബാദല്ലാഹ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കണ്ണിൽ കാണാത്ത മുഅ്മിനീങ്ങളായ ജിന്നുകളോടും മലക്കുകളോടും സഹായം ചോദിക്കാമെന്ന് നിങ്ങളെ ശൗക്കാനി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളെ ശൗക്കാനി അനുവാദം തന്നിട്ടുണ്ടല്ലോ. നിങ്ങളെ ശൗക്കാനി മുശ്രിക്കോ അല്ലേ? ആറ്റിങ്കൽ വെച്ച് ഒരു മുസ്ലിയാര് ചോദിക്കാണ്. ചോദിക്കട്ടോളൂ. അപ്പോ ഷൗക്കാനി നിങ്ങളുടെ നേതാവായ ഷൗക്കാനി സമ്മതിക്കുന്നു മറഞ്ഞ മലക്കുകൾ അതേപോലെ ജിന്നുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകൾ അവരോട് സഹായം ചോദിക്കാം. ഈ ഹദീസിൽ ഔലിയാക്കളും പെടും എന്നും മറ്റൊരു കിതാബിലും അത് ആദ്യം നിങ്ങൾ ഉണർത്തുകയാണ്, പഠിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ ചിലപ്പോൾ മറച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പൊ ഷൗക്കാനെ ഇത് മറഞ്ഞവരെ കൊണ്ട് ഞങ്ങൾ സുന്നികൾ ചെയ്യുന്നത് പോലെ മലക്കുകളോട്, സ്വാലിഹീങ്ങളായ ജിന്നുകളോട് അല്ലെങ്കിൽ മഹത്തുക്കളോട്, നല്ലതായ വ്യക്തികളുണ്ട്, അവരോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അത് നിങ്ങളെ നേതാവായ ഷൗക്കാനി അത് അംഗീകരിക്കുന്നു. ഷൗക്കാനി കാഫിറോ മുസ്ലിം? ഇതിന് മറുപടി പറഞ്ഞാൽ ഷൗക്കാനി കാഫിറാണ് മുസ്ലിം? അപ്പൊ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ അള്ളയല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതേ ഷൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ഷൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നുപോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പെടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം. അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി ഇരിക്കുമ്പോ ഭാര്യ അടുക്കലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയില്ല ഭാര്യ ഉള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ
മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, ആ അകപ്പെട്ടു പോയ ഘട്ടത്തില് മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു. അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കണ്ടുകൊണ്ട് കാണാത്തൊന്നിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ച തർക്കം. ഇനി സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് തന്നെ നമ്മള് അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് അവിടുന്ന് കേൾക്കാണെന്ന് വിചാരിക്കുക. ഓ മുഹീദ്ദീൻ ശൈഖ് സുഖാണോ, ഒന്നിങ്ങ് വന്ന് മുയിലാർക്കൊന്ന് മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. ഇവിടെ കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ആ വ്യക്തിയുണ്ട്. എങ്കിൽ അയാളോട് ചോദിക്കാം. ഇനി മൂസ മുസ്ലിയാർ തന്നെ പുറത്തേക്ക് പോയി, മൂസ മുസ്ലിയാരെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ മൂസ മുസ്ലിയാർ പുറത്തുനിന്ന് ഉത്തരം നൽകിയാലും ഇല്ലെങ്കിലും അതിലൊരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. അത് ഷൗക്കാനി പറഞ്ഞു. അപ്പൊ യായിബാദല്ലാന്ന് വിളിക്കാന്നപ്പോ പറയണത് തെറ്റല്ല, കുറ്റകരമല്ല. മലക്കാണെന്നോ ജിന്നാണെന്നോ വിചാരിച്ചിട്ട് ഒന്നിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ട് അപ്പൊ ശബ്ദം കേട്ടു, ജിബ്രീലിന്റെ ശബ്ദം കേട്ടു. ആര് കേട്ടു? ഹാജറ ബീവി കേട്ടു. അപ്പൊ ചോദിച്ചു. അതുകൊണ്ട് ചോദിക്കാം. നമ്മൾ പറഞ്ഞ് ചോദിക്കാൻ പാടില്ല. കാരണം ഹാജറ ബീവി സംഭവം നമുക്ക് തെളിവല്ല. അങ്ങനെയാണ് നമ്മുടെ തൗഹീദിന്റെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. കിതാബുൽ ഇസ്തിഗാസ എന്ന് പറയുന്ന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് അർ-റദ്ദു അലൽ ബഖരി എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, വഖൗലു ഹാജർ അഗിസ് ഇൻ കാന ഇൻദക ഖൈറു ഗൗസ്, നീ എന്നെ സഹായിക്കുമോ, നിന്റെ അടുക്കൽ സഹായമുണ്ടെങ്കിൽ എന്ന ഹാജറ ബീവിയുടെ വാക്ക്, ഇൻ ജുഇല ഖൗലുഹാ ഹുജ്ജതൻ ഫി ശർഇ, അവരുടെ ആ വാക്ക് ഈ ശരീഅത്തിൽ ഹുജ്ജത്തായാൽ, ഹുജ്ജത്താണ് അത് ജായിസ് ആണെന്ന് പറയാം. പക്ഷേ അവരുടെ വാക്ക് ഈ ശരീഅത്തിൽ ഹുജ്ജത്ത് അല്ലെങ്കിലോ അതാണ് ശരിയായ നിലപാട്. കാരണം എന്താ? ഹാജർ ബീവി നബി അല്ലല്ലോ. അതുകൊണ്ട് ഒരു വാക്ക് ഈ ശരീഅത്തിൽ എന്തല്ല, നമുക്ക് തെളിവല്ല. അതുകൊണ്ട് ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തോട് ചോദിക്കാം എന്ന് ജായിസ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു, മലക്കിനോടോ ജിന്നിനോടോ ശബ്ദം കേട്ടാലും ഹാളിറായാലും ഗായിബായാലും ഒന്നും ചോദിക്കൽ ജായിസല്ല, ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീല. ഇയാൾ പറഞ്ഞെന്താ? ചോദിക്കാം, തെറ്റല്ല, കുറ്റകരമല്ല. ഇതിനാ തൗബ ചെയ്യേണ്ടത്. തൗബ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇതിനാ. ഇത് തെറ്റാ പറഞ്ഞത് തെറ്റാ. കണ്ടോ, ഇത് ഇയാള് ആറ്റിങ്ങൽ വെച്ച് പറയാണ്. ഷൗക്കാനിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോ മൂപ്പര് കൊടുത്ത മറുപടിയാണ്. ഇപ്പൊ മൂപ്പര് പറഞ്ഞെന്താ അറിയോ? ഇവിടെ വന്നിട്ട് പറഞ്ഞ രണ്ട് പൊട്ടത്തരം. ഒന്ന്, ഷൗക്കാനി ഷിയ പണ്ഡിതനായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നതാണ്. ആയിക്കോട്ടെ, വന്നല്ലോ. അപ്പൊ നിങ്ങൾ ഖുറാഫി പണ്ഡിതല്ലേ, കേരള ഷിയാക്കളെ കൂട്ടത്തിലായിരുന്നില്ലേ, ഇങ്ങോട്ട് വന്നതല്ലേ? എന്താ വ്യത്യാസം? ഷൗക്കാനി ഷിയ ആയിട്ടാണ് ഈ വാചകം പറഞ്ഞ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നിങ്ങൾ അങ്ങനെയും പറയുന്നുണ്ട് ഇപ്പോ. അല്ല, അദ്ദേഹം അഖീദ സലഫിയാണ്. ഫിഖ്ഹി കാര്യങ്ങളിൽ ഷിയാക്കളെ കൂട്ടത്തിൽ അഹ്ലു സുന്നത്തിനോട് ഏറ്റവും അടുത്ത സൈദിയ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അതിൽ അദ്ദേഹം പഠിച്ചു വന്നത്. അത് ശരിയാണ്. പക്ഷെ അദ്ദേഹം അഖീദ സലഫി അല്ല എന്ന് പറയാൻ പറ്റൂല. ഇവിടെ വെച്ചിട്ട് ചോദിച്ചു, മൂവാറ്റുപുഴയിൽ വെച്ച് ചോദിച്ചു ഷൗക്കാനിയെ സംബന്ധിച്ച്. ഷൗക്കാനി പറഞ്ഞ ശിർക്കാണെന്ന് അവിടുന്ന് പറഞ്ഞത്. പക്ഷെ ആറ്റിങ്ങൽ വെച്ച് പറഞ്ഞതോ അദ്ദേഹം പറഞ്ഞു ഒരു തെറ്റുമില്ല, തെറ്റല്ല, കുറ്റകരമല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് വേറൊരാൾ ചോദിച്ചു, ഹാജറ ബീവി മലക്കാണെന്ന് എങ്ങനെ മനസ്സിലാക്കിയത്? അത് ഹദീസുകൾ ജമ്മ് ചെയ്ത് അങ്ങനെ കിട്ടും. ഹാജറ ബീവി ഹദീസ് ജമ്മിയോ? അന്ന് ഹദീസുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജറ സംഭവം പറഞ്ഞ ഹദീസുകൾ ജമ്മ് ചെയ്താ ജിബ്രീലാന്ന് കിട്ടുന്ന. ഹാജറ ബീബി എങ്ങനെ ഹദീസ് ജമ്മ് ചെയ്തതാ? അങ്ങോട്ട് പറഞ്ഞ് തട്ടിവിടന്നെ. എന്തും പറയാനുള്ള ലൈസൻസ് അല്ല ഇപ്പൊ കിട്ടിയിരിക്കണത്. ജമിയത്തുൽ ഉലമന്റെ ബുക്ക് ഇറക്കണവരെ മൂപ്പരാണല്ലോ. ഇരിക്കട്ടെ, നമുക്കതിലൊന്നും യാതൊരു പ്രശ്നമല്ല. പറഞ്ഞത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ആര് പറഞ്ഞാലും സ്വീകരിക്കും.
എന്നിട്ട് സുഹൃത്തുക്കളെ മൂപ്പര് പറയാണ് അത് തെറ്റല്ല, കുറ്റകരമല്ല. ബാക്കി കേട്ടോളി. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് കേട്ട് പഠിക്കണം. ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒരു കാര്യം കൂടി ക്ലിയർ ആക്കിക്കോ, രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അത് പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല, ഒരു ജിന്നിനോടും ചോദിക്കാൻ പറ്റൂല, ഒരു മലക്കിനോടും ചോദിക്കാൻ പറ്റൂല, ഒരു മനുഷ്യരോടും ചോദിക്കാൻ പറ്റൂല. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട്, അത് മനുഷ്യരോട് ചോദിക്കാം. മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം, അള്ളാഹ് അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട്. ഞാൻ മൂസ മുസ്ലിയാട് കാണുകയാണ്, ആ ഒരു 10 രൂപ തരൂ. മൂസ മുസ്ലിയാർക്ക് തരാൻ കഴിയും പോക്കറ്റിൽ എടുത്ത്. അത് ചോദിക്കാം, അനുവദനീയമാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞ ആ പരസ്പരമുള്ള സഹായം അതിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അതൊരിക്കലും പടപ്പിനോട് ചോദിക്കാൻ പാടില്ല. അത് നിങ്ങൾ അമ്പിയാക്കന്മാരോട് ചോദിക്കുകയാണ്, ഔലിയാക്കന്മാരോട് ചോദിക്കുകയാണ്, അതുപോലെ ജിന്നുകളോട് ചോദിക്കുകയാണ്. സ്വാലിഹുകളായ ജിന്നുകളോട് നിങ്ങൾ ചോദിക്കുകയാണ്, അത് ശിർക്കാണ്, അത് കുഫ്റാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ശൗക്കാനി മുശ്രിക്കാണോ അല്ലേ, അയാളുടെ ഏത് ജാതിപ്പെട്ടാണ്, അത് താലൂക്ക് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദർശം. ഇതൊക്കെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. നമ്മളിപ്പോ ആയത്തും ഹദീസും ഓതാത്തത് എന്താന്നാ ചോദിച്ചത്. മുവഹിദീങ്ങളെ മുശ്രിക്കാക്കുന്നതിന് നിങ്ങൾ കൊണ്ടുവന്ന തെളിവുകൾക്ക് മറുപടി പറയുകയാണ്. നിങ്ങളിപ്പോ ഞങ്ങളെ മുശ്രിക്കാക്കിയത് ഇത്തരം ചില വാചകങ്ങൾ വെച്ചിട്ടാ. നിങ്ങൾ നോക്കൂ, തൗഹീദി ആദർശത്തിൽ മായം ചേർക്കാൻ അനുവദിക്കില്ല. കേന്നം ആരാ മായം ചേർക്കണേ? സക്കരിയ സലാഹി. എന്താണ്? പഴയ തൗഹീദിൽ ഉറച്ചു നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 2012 വരെ മായം കലർന്ന തൗഹീദായിരുന്നോ നമ്മളുടേത്? അതല്ലേ എന്റെ അർത്ഥം. 2012 കൊണ്ടുവന്ന തിരുത്ത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ മായം ചേർക്കാൻ അനുവദിക്കില്ല. അത് മാത്രല്ല, ജിന്നിനോടുള്ള സഹായാഭ്യർത്ഥന ശിർക്കാകില്ല എന്ന സക്കരിയ സലാഹിയുടെ വാദത്തെ കുബൂരികൾ സ്വാഗതം ചെയ്തതും അവരെ താവളങ്ങളിലേക്ക് സലാഹിയെ ക്ഷണിക്കുന്നതും ഗൂഢാലോചന ഭാഗമായി കണക്കാക്കേണ്ടതുണ്ട്. എവിടെ എന്നെ സമസ്തക്കാരെ ക്ഷണിച്ചുണ്ടായത്? അങ്ങോട്ട് പറയുന്നേ കണ്ടോ. എന്ന് മാത്രല്ല, എന്താ പറഞ്ഞോ, KNM-നും ജമിയത്തുലുമക്കുമെതിരെ മണിക്കൂറോളം തരം താഴ്ന്ന ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായ വിമർശനം നടത്തുന്ന സലാഹി സമസ്തക്കും ശിർക്ക് പ്രചാരക്കുമെതിരെ ഒരു അക്ഷരം ശബ്ദിക്കാത്തത് നിഗൂഢ പദ്ധതിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഞാൻ സമസ്തക്കാരെ വിമർശിക്കുന്നില്ല. മുജാഹിദുകളെ മുശ്രിക്കാക്കിയവർക്ക് മറുപടി വരുമ്പോ എന്താ സമസ്തക്കാരെ പറയണു? നിങ്ങൾ ഞങ്ങളെ സമസ്തക്കാരെ പോലെ ആക്കിയില്ലേ? അതിനാ മറുപടി. ഞങ്ങൾ സമസ്തക്കാരെ പോലെ ആയിട്ടില്ല എന്നാ പറയുന്നത്. ഞങ്ങൾ പഴയ തൗഹീദിലാന്നാ പറയുന്നത്. ഇപ്പൊ MM അക്ബർ സാഹിബ് ആ മുസ്ലിങ്ങൾക്ക് മറുപടി പറയുമ്പോ ഇയാളെന്താ സമസ്തക്കാരെ ഖബറാരാധന എന്നും പറയാത്തത്, ഇയാളെന്താ അടിയന്തരത്തെ പറ്റി പറയാത്തത് എന്ന് പറയോ? നിങ്ങളുടെ പാപ്പരത്തമാണിതൊക്കെ. ആശയ പാപ്പരത്തത്തിന്റെ പടുകുഴിയിലാണ് വീണിട്ടുള്ളത്. എന്താ പറയുന്നതെന്നറിയോ? ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണ തൗഹീദിൽ മായം ചേർക്കാൻ ആരെയും അനുവദിക്കുകയില്ല. 2012 വരെ ആ മായം കലർന്ന തൗഹീദായിരുന്നു. ഇനി സുഹൃത്തുക്കളെ, ഈ പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ട് എന്ത് മെച്ചാപ്പം കിട്ടിയത്? ഖുറാഫികളെ മുമ്പില് ഇപ്പൊ എന്തായി? ഖുറാഫി നമുക്ക് അതിൽ ഇറങ്ങാൻ പോവാണ്. ഖുറാഫികളെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഈ മൂവർ സംഘം പോയത്. പക്ഷെ നമ്മൾ നാണങ്ങളില്ല. നമ്മളെ ആദർശത്തിൽ ഉറച്ചു നിന്നാൽ മതി, പഴയ ആദർശത്തിൽ ഉറച്ചു നിന്നാൽ മതി. ജമാഅത്തെ ഇസ്ലാമിക്കാര് നമ്മൾ അവരെ വിമർശിക്കുമ്പോൾ പറഞ്ഞാണ് കുറെ കാലം ശിർക്കറിയും, പിന്നെ ശിർക്കല്ല എന്ന് പറയും അല്ലേ? നമ്മൾ ചോദിച്ചു, വോട്ട് ചെയ്യൽ ശിർക്ക്, കോടതി പോലെ ശിർക്ക്, അത് ശിർക്ക്, ഇത് ശിർക്ക്. കുറെ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്ന മൂട്ടകടി കൊണ്ടപ്പോ ഒക്കെ ശിർക്ക് തൗഹീദായി, ഹലാലായി, സുന്നത്തായി അല്ലേ? എന്താണ് ജമാഅത്ത് കാര്യങ്ങൾ? ഇസ്ലാം ഒരേ കാലം ശിർക്ക് ശിർക്കര, പിന്നെ ശിർക്കല്ല എന്ന് പറയാ അല്ലേ? അവർക്കെതിൽ ഓതി ആയത്ത, നിങ്ങളെ നാവുകൾ വർണ്ണിക്കുന്നതനുസരിച്ച് ഇത് ഹലാൽ ഇത് ഹറാം എന്ന് നിങ്ങൾ പറയരുത്. അങ്ങനെ പറയൽ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ കളവ് കെട്ടി പറയലാണ്. അള്ളാഹിന്റെ കളവ് കെട്ടി പറയുന്നവർ വിജയിക്കുകയില്ല. ഈ ആയത്തിന്റെ ഇപ്പൊ ജമാഅത്ത് ഇങ്ങോട്ട് ഓതൂലേ? ശിർക്കല്ല എന്ന് പറഞ്ഞിട്ട് എവിടെ ശിർക്കെന്ന് വെച്ച് വെല്ലുവിളിച്ചു? ആരെ വെല്ലുവിളിച്ചു? മടവൂരികളെ വെല്ലുവിളിച്ചു, ഒവൂരികളെ വെല്ലുവിളിച്ചു. അതൊക്കെ പോയി. അപ്പം എന്നിട്ട് മൂപ്പര് ജാമ്യയെ പോയി തൗബ ചെയ്യുക. ജാമ്യയെ പോയിട്ട് തൗബ ചെയ്താൽ മതിയോ? SKSF-ന്റെ ഓഫീസിൽ പോയി തൗബ ചെയ്യണം, കാന്തപുരത്തിന്റെ മർക്കസിൽ പോയി തൗബ ചെയ്യണം, പിന്നെ മടവൂരികളുടെ കൂടാരത്തിൽ പോയി മർക്കസിൽ പോയി തൗബ ചെയ്യണം.
കാരണം അവർക്കൊക്കെ മറുപടി കൊടുത്താണ് ചെറുക്കല്ല ചെറുക്കല്ല ചെറുക്കില്ല. ഞങ്ങൾക്കൊന്നും മാറ്റേണ്ടി വന്നിട്ടില്ല, ഞങ്ങൾക്കൊരു തൗബയും ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ മൂപ്പര് പറയും സക്കരിയ സലാഹി പണ്ട് സിഹിർ ഫലിക്കൂല എന്ന് പറഞ്ഞിരുന്നു, പിന്നെ ഫലിക്കും എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് അതിന്റെ ക്ലിപ്പ് ഇട്ടു. മടവൂരികളെ